ബഹുമാനപ്പെട്ട മെമ്പറോട് ഉന്നയിച്ചത്. മനുഷ്യവിഭവശേഷിയുടെ പ്രശ്നം നമ്മുടെ ആളുകൾ തൊഴിലിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല സാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന കണക്ക് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞപ്പോൾ 2,98,000 പേരെ ഒരു വർഷം ചേരുന്നുള്ളൂ, അൺഎയ്ഡഡ് ഉൾപ്പെടെ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിലുണ്ടായ ഒരു കുറവ് വ്യക്തമാണ്. കാരണം നേരത്തെ 6 ലക്ഷം പേര് ചേർന്നോട്ടിരുന്നതാണ്. വികസിത രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യ കുറവ് വരും. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് കേരളത്തിൽ ആവശ്യത്തിന് ആളുകൾ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് നേരത്തെ പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, തൊഴിലിനും കൂടി പോകുന്നു. ഈ തൊഴിലിന് അവിടെ വളരെ ചീപ്പ് ലേബറും അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ ആളുകളെ കിട്ടാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ആളുകളെ ആവശ്യമുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ എംപ്ലോയ്മെൻറ്റിന് ആളെ കിട്ടും. സർ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ടെക്നോളജി വളരെയേറെ വികസിച്ചൊരു കാലഘട്ടത്തിൽ ലോകത്തേത് ജോലിയും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ട് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മൾ എടുക്കേണ്ടത്. അത് പൊതുവിൽ കേരളത്തിൻ്റെ ആകെ പ്രശ്നമാണ് സാർ. അതുകൊണ്ട് നമ്മൾ കേരളത്തിനകത്ത് ഏത് ആധുനിക ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റണം, അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് സാർ ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനൊപ്പം ഏറ്റവും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഏത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല സാർ. അതുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ പെൻഷനായാലും കാരുണ്യ പോലുള്ള ചികിത്സാ പദ്ധതി ആയാലും അതിദരിദ്രരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന കാര്യമായാലും എല്ലാവർക്കും വീട് കൊടുക്കുന്ന കാര്യങ്ങളായാലും ഇത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആധുനികമായിട്ടുള്ള തൊഴിലും നമ്മുടെ മനുഷ്യവിഭവശേഷി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ആലോചിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, വിവിധ കാരണങ്ങളാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ നേതൃത്വം നൽകിയ ബഹുമാന്യനായ ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, സാർ, നികുതി പരിഷ്കരിക്കുമ്പോൾ കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കുന്നതിനും ദുർബലർക്കും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കും പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കും നികുതി ഇളവ് നൽകിയും നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, ഈ സർക്കാരിൻ്റെ നയം തന്നെ അതാണ് സാർ. ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങാകുക എന്നുള്ള സമീപനങ്ങൾ തന്നെയാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കാര്യങ്ങളിൽ വന്ന മാറ്റവും മുന്നേറ്റവും ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. സാർ, 5 വർഷം ഈ ഗവൺമെൻറ് വന്ന 4 വർഷക്കാലവും അതിനു തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലവും അതിനു മുമ്പുള്ള കണക്കെടുത്താൽ കോവിഡിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്ന സമയമാണ് തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം, പ്രളയവും കോവിഡും എല്ലാം ഉണ്ടായിരുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ പണം നമുക്ക് 5% വരെ, GSTയുടെ 5% വരെ ഒരു ഘട്ടത്തിൽ ലോൺ എടുക്കാൻ അവസരം വരെ കിട്ടിയിരുന്നു. 4% നമ്മൾ എടുത്തിരുന്നു. ആ സമയത്ത് 1,16,000 കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി സർക്കാർ ചിലവാക്കി 5 വർഷത്തെ കണക്കെടുത്താൽ. സാർ, ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ അത് 1,65,000 66,000 എത്തി സാർ. അതിനകത്ത് സന്തോഷകരമായ കാര്യം, ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, സാർ, സർക്കാർ ഈ ഗവൺമെൻറ്റും കേരളവും ഒരു ടേക്ക് ഓഫിലാണ്. കാരണം ആദ്യത്തെ 3 വർഷക്കാലം 1,60,000 കോടി, 1,60,000 കോടി, നേരത്തെ 1,16,000 കോടിയിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുള്ള കാലത്തും 1,60,000 കോടി മാത്രമേ 3 വർഷം ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ വർഷം 1,78,000 കോടി ചിലവാക്കാൻ കഴിയും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത് കണക്കുകൾ ഫൈനലാവുമ്പോൾ. എന്ന് മാത്രമല്ല, അടുത്ത വർഷം 2,01,000 കോടിയെങ്കിലും ആവുന്ന തരത്തിലേക്ക് 2 ട്രില്യൺ എന്ന നിലയിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പോവുകയാണ്. അത് കേരളത്തിലാകെ ഉണ്ടാവുന്ന നമുക്കെല്ലാം കൂടിയുള്ള ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ് സാർ. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മഹാഭൂരിപക്ഷവും ഏറ്റവും സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ. ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാർ. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, സമയം എടുക്കുകയല്ല. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായ തെലുങ്കാന, വളരെ ഞങ്ങൾ പൊളിറ്റിക്കലി കാര്യങ്ങളിലും ഒരു ഫെഡറലിസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ജീവനക്കാർ ഇനി തൊട്ട് 1-ാം തീയതി ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. DA അങ്ങേയറ്റം വേണ്ടതാണ്, DA വരേണ്ടതാണ്, പക്ഷേ DA നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്. സർക്കാർ ജീവനക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞാണ്. ഞാൻ ആ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അല്ല വിമർശിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും 3,80,00,000 ആളുകളുണ്ട്. നമ്മളെക്കാളും GSDP വർധനയുണ്ട്, നമ്മളെക്കാളും വരുമാനമുണ്ട്. ആ സംസ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ നേരിടുന്നു. ശമ്പളം നമ്മളെക്കാളും കുറവാണ്, ശമ്പളത്തിൻ്റെ പെർസെൻറ്റേജ് നമ്മളെക്കാളും കുറവാണ്. ആകെ സ്കൂളുകൾ എടുത്താൽ 13,500 സ്കൂളാണ് സാർ കേരളത്തിലുള്ളത്, സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും. 6,500 സ്കൂളേ ഉള്ളൂ തെലുങ്കാനയിൽ. പക്ഷേ തെലുങ്കാന നമുക്ക് ശരാശരി നല്ല മെച്ചമുള്ള സ്ഥലമാണ്. അവിടെ പോലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണ്. ഞാൻ അതിനകത്തൊരു ആ ഗവൺമെൻറ്റിനെ കമ്പയർ ചെയ്ത് പറയല്ല. നമ്മളെക്കാളും സാമ്പത്തികമായി നിൽക്കുന്ന ആ സ്റ്റേറ്റിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് ശമ്പളം 1-ാം തീയതി തരാൻ പറ്റില്ല. നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശിൽ ശമ്പളം 1-ാം തീയതി കൊടുക്കുന്നില്ല സാർ. DAയുടെ കാര്യത്തിൽ ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഇന്ത്യയിൽ വരുമ്പോഴാണ് നമ്മൾ ഈ
കേരളം ഇതിനെല്ലാം നേരിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി നമുക്ക് വെട്ടിക്കുറവ് വലിയ തോതിൽ വരുത്തിയിട്ട് പോലും സാർ ഏകദേശം 12,000 കോടി രൂപയിലത് സാർ കിഫ്ബിയുടെയും പെൻഷനുകളുടെ പേരിൽ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നു സാർ. നേരത്തെ ഞാൻ പറഞ്ഞു GST കാര്യത്തിനകത്ത് വലിയ വെട്ടിക്കുറവ് വന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. ഗവൺമെന്റിന്റെ മാത്രം ഒരു കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. എല്ലാവരെയും ചേർത്ത് എല്ലാ മേഖലയെയും വികസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ്. അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാർക്ക് തന്നെയാണ്. അതിനുള്ള പ്രയോറിറ്റിയാണ് സാർ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ ലൈഫ് പോലുള്ള പദ്ധതികൾക്കും മറ്റു കാര്യങ്ങൾക്കും വെച്ചത് ഈ ഗവൺമെന്റാണ് സാർ.